ഹലോ നമസ്കാരം. ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരേ ഒരു മോഡൽ സാരി മാത്രം കാണിച്ചിട്ട് വേഗം പൊക്കോളാവേ. നമ്മുടെ മട്ക ടസറി വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരി. എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഇത് ചുരിദാറായിട്ട് കണ്ടിട്ട് കാണും, സാരിയായിട്ട് ഇപ്പം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. നല്ല ടസർ, നിങ്ങളുടെ ഒറിജിനൽ ടസർ, പ്യോർ ടസർ ഇട്ട അതേ ഒരു ഫീലാണ്. ഇതിൻ്റെ മുകളിലത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ ഇങ്ങനെ, രണ്ട് സൈഡിലും സിക്സ് ആകുക, ബോഡി പ്ലെയിന്. ആ ഒരു ടസർ ഫീല് കിട്ടുമ്പോൾ നല്ല രസമാണ്, നല്ല സ്റ്റാൻഡേർഡ് ഫീല് തരും. ഇനി ബ്ലൗസ് ആണെങ്കിൽ വന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ്. ഇതിൽ കൂടുതൽ എടുത്ത് നിൽക്കുന്ന ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണല്ലോ, ആ ഒരു ഷെയ്ഡാണ് ഇതിൽ കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് സാരി. നല്ല രസം. ഉടുത്ത് കാണിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല പെളുമാലയൊക്കെ ഇട്ടിട്ട് ഇടുവാണെങ്കിൽ ഒത്തിരി രസമായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സാരി. മട്ക ടസറാണ് സ്റ്റഫ്. മുന്താണി വന്നിട്ട് എല്ലാം സിക്സ് ആഗിലാണ് അതിൻ്റെ ഇടപാട് മുഴുവൻ ഇരിക്കുന്നത്. ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലൗസ് കോൺട്രാസ്റ്റ് വരും. ഇതുണ്ടോ അടുത്ത കളറ്, ഒരു വയലറ്റ് ഷെയ്ഡ്, വയലറ്റ് അല്ലെങ്കിൽ ഒരു വാടാമുല്ല അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഷെയ്ഡ്. എന്നിട്ട് താഴത്തെ ബോർഡറിൽ സിക്സ് ആകും, ഇങ്ങനെ മൾട്ടി കളർ വരും. ഗ്രീന്, ഡാർക്ക് ഗ്രീന്, ലൈറ്റ് ഗ്രീന്, ബേൺഡ് ഓറഞ്ച്, ഇങ്ങനെ ഒരു ഷെയ്ഡ് വരും. മേളിൽ ഇങ്ങനെ, അത് മേളിൽ, ഇത് താഴത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വീതിയുണ്ട് ബോർഡറിന്. ഈ സ്റ്റഫ് നിങ്ങൾ നോക്കിക്കേ, സ്റ്റഫാണ് ഭയങ്കരമായിട്ട് എൻ്റെ ആ ഒരു ടസറിൻ്റെ ഫീൽ തോന്നുന്നത്. നല്ല ടസർ സാരി കൊടുത്തോണ്ട് പോകുന്ന അതേ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, അത്രയും ആ ഒരു കനവും എല്ലാം ടസറിൻ്റെ ആ ഒരു ടസറിന് നമ്മളിപ്പോൾ ദേശീയ ടസറൊക്കെ ഇടുമ്പോൾ നല്ല കനക്കുറവല്ലേ, പേപ്പർ പോലെ, അതേ സംഭവമായിട്ടും. ഇത് കണ്ടോ മുന്താണി. ഇതാണ് മുന്താണി. എനിക്ക് ഈ സാരി ഉടുത്ത് കാണിക്കുന്നതൊന്നും വലിയ ആഗ്രഹമായിരുന്നു, അറിയില്ല. കണ്ടോ നല്ലല്ലേ, ഉണ്ടോ ടസറിൻ്റെ ആ ഒരു പക്ക ഒരു ഫീൽ കിട്ടുന്നില്ലേ. ഈ സാരിയുടെ ബ്ലൗസ് ഈ ഒരു ബാൻഡ് ഓറഞ്ചാണ്. ബാൻഡ് ഓറഞ്ച് എന്ന് പറയത്തില്ല, തനി ബാൻഡ് ഓറഞ്ച് അല്ല, ഒരു ഡസ്റ്റി അല്ല, ഡസ്റ്റി എന്ന് പറയുന്നില്ല, നല്ലൊരു ഓറഞ്ച്. കണ്ടോ അടുത്ത ഷെയ്ഡ്. ഇതൊരു ബിസ്ക്കറ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒക്കെ ഒരു കളറാണ് ബോഡിക്ക് പോയിരിക്കുന്നത്. ഒനിയൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് ബോഡിക്ക് പോയിരിക്കുന്നത്. താഴത്തെ ബോർഡറിൽ ഇങ്ങനെ വരും, സിക്സ് ആകായിട്ട് ബ്ലാക്ക്, വയലറ്റ്, പീച്ച്, ക്രീം, അങ്ങനെ പല കളറുകൾ വരും. മുകളിലത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മുകളിലത്തെ ബോർഡറിന് ഓവറായിട്ടുള്ള വീതി ഇല്ല. നിങ്ങൾക്കിത് വൺ പ്ലീറ്റ്സ് എടുത്തിടാനാണെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാതെ മടക്കി പ്ലീറ്റ്സ് ഇല്ലാതെ ഇടാനാണെങ്കിലും നല്ല രസമാണ് കേട്ടോ. പണി വരുമ്പം ഇങ്ങനെ ഇരിക്കും. ഇതിന് ഓവറായിട്ട് സ്റ്റോക്കൊന്നും ഇല്ല, എന്നാലും നല്ലൊരു സാരിയായിരുന്നു ഞാൻ കാണിക്കുക. ഇത് ബ്ലൗസ് ഈ ഒരു പീച്ച് ഷെയ്ഡ്, ഇതാണ് പീച്ച് ഷെയ്ഡ്. ഇത് സിക്സ് ആകെ പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ബ്ലൗസായിട്ട് വരുന്നത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ ബ്ലൗസ് ഇടാം, പക്ഷെ അതിന് പോവാതിരിക്കുന്നത് നല്ലത്. കാരണം ആ ടസറിൻ്റെ കൂടെ ടസർ തന്നെ ഇടണം, അല്ലെങ്കിൽ വേറൊരു ഇതായിപ്പോവും. അടുത്തത് നല്ല പീക്കോക്ക് ബ്ലൂ, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. എന്നാ രസമാണ് നിങ്ങൾ നോക്കിക്കേ. ഇത് ബോഡി, ഇത് താഴത്തെ ബോർഡർ, ഇത് മുകളിലത്തെ ബോർഡർ. കണ്ടോ നല്ല രസമില്ലേ. ബ്ലൗസ് വന്നിട്ട് ഇവിടുത്തേൽ ഈ കോഫി പോലത്തെ ഒരു കളറ്, അതാണ് കോഫി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്, അതാണ് ഇവിടെ ബ്ലൗസ് ആയിട്ട് വരുന്നത്. ബ്ലൗസ് അതുകൊണ്ട് തന്നെ തയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ആ ഒരു ടസറിൻ്റെ ലുക്ക് കിട്ടണമെങ്കിൽ ആ ബ്ലൗസും കൂടെ കൂടി വന്നാലേ ആ ഒരു ഇത് കിട്ടുള്ളൂ. നല്ല രസം. ഇവിടെ മാത്രം കാണിക്കാതെ കണ്ടോ, ടസർ സാരിക്ക് 7,000-8,000 രൂപ അല്ലെങ്കിൽ 5,000 എബോവ് കൊടുത്ത് വാങ്ങിക്കുന്ന സാരിയും ഈ സാരിയും കൂടെ നിങ്ങളൊന്ന് കമ്പാരിസൺ നടത്തി നോക്കിയാൽ നിങ്ങളുടെ റേറ്റിംഗ് എപ്പോഴും കൂടിയിരിക്കുന്ന ഈ സാരിക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സാരിയുടെ തട്ടായിരിക്കും താന്നിരിക്കുന്നത് കുറച്ചും കൂടെ ബ്രൈറ്റനായിട്ട്. നല്ല വെച്ചാൽ റേറ്റ് ഇതേ ഉള്ളൂ. ഇവിടെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ തട്ട് താന്നായിരിക്കുന്നതെന്ന് പറയുമ്പോൾ താന്നു പോയെന്ന് പറയുന്നത് മോശപ്പെട്ട് പോയെന്ന്. നമ്മൾ തൂക്കം നോക്കുമ്പോൾ താന്നിരിക്കുന്ന തട്ടിനല്ലേ വെയിറ്റ് കൂടുതൽ. അത് ബോധമില്ല ഇവിടെ ഉള്ളവർക്ക്. റേറ്റിംഗ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇത് തട്ട് താന്നിരിക്കുന്നു പറഞ്ഞാൽ ആ തട്ടിനാണ് വെയിറ്റ് കൂടുതൽ, അതായത് ഡിമാൻഡ് കൂടുതൽ. മലയാള ഭാഷയും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. മെറൂൺ
നല്ല മെറൂൺ. ഏത് കളർ എടുക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് ഏത് കളർ വേണമെന്ന് പറഞ്ഞു തരാനും ഞാനും കൺഫ്യൂസ്ഡ് ആണ്. അത്ര രസമാണ്. മെറൂണിൻ്റെ ബോഡിക്ക് ഡാർക്ക് വരുന്ന നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. ഇവിടെ വേണം കൂടുതൽ നമുക്ക് നമ്മുടെ ഫേസുമായിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു ഇതാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ലൈറ്റ് ഡാർക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് ചുരിദാർ ഇതിൻ്റെ വന്നെന്ന് പറയാൻ എനിക്ക് ചുരിദാറിനെ കഴിഞ്ഞും ഇഷ്ടപ്പെട്ട സാരി കേട്ടോ. ബ്ലൗസ് ഇതേണ്ട ഇതാ ബ്ലൗസ് പീച്ച്. ചുരിദാർ ഇതിന് എന്നാ ഡിമാൻഡായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഗ്രേ അല്ലെങ്കിൽ ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിനെ കഴിഞ്ഞും ഗ്രേ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എന്നിട്ട് ഇങ്ങനെ ഒരു 6 ആഗ് ബോർഡർ, വെള്ളത്തെ ബോർഡർ ഇതേണ്ട ഇങ്ങനെ ഡിങ്ക ഡിങ്ക പൊളി പൊളി പൊളി. കണ്ടോ ഇങ്ങനെ നല്ല ഒരു പേളുമാലയും കൂടെ വാങ്ങിച്ചോണം ഈ സാരി ഉടുക്കാൻ പോകുമ്പോൾ. നല്ലൊരു പേളുമാല ഇഷ്ടമുള്ള ഇതിനകത്ത് പറ്റുമെങ്കിൽ ബ്ലൗസിൻ്റെ കളറുള്ള ഒരു പേളുമാലയും കൂടെ വാങ്ങിച്ചിട്ട് നിങ്ങളിട്. പേളുമാല ഇങ്ങനെ ഒരു സൈസ് ഇച്ചിരി ഗ്ലോ ഉള്ളൊരു സൈസ് പേളുമാല കിട്ടൂലേ, അത് അല്ല എൻ്റെ അഭിപ്രായം കേട്ടോ. ഒന്നും തോന്നരുത്. ഞാൻ നിങ്ങളെ സുന്ദരികളായിട്ട് എത്രയോ കൂടുതൽ കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്കതല്ല ഇഷ്ടമെങ്കിൽ എപ്പോഴും ഞാൻ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് പറയും. ചിലരിങ്ങനെ വിളിച്ച് ചോദിക്കും, വിദ്യ ഇനി വന്നേ 2 എടുത്താണ് ഇതിലേതാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും എനിക്കിതാ ഇഷ്ടം. പക്ഷെ അത് നോക്കരുത്, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ ഇടുന്ന ആൾ നമ്മൾ സംതൃപ്തിയാണ്, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് 100 പ്രാവശ്യം ചോദിക്കാൻ പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇത് നല്ലതാണോന്നേ, നല്ല പെണ്ണുങ്ങൾക്ക് എല്ലാം ഉള്ളൊരിത് നല്ലതാണോന്നേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കും. ചിലർക്കത് അവരുടെ കണ്ണിൽ കൂടെ കാണുന്നതല്ലേ അവർക്ക് ഇഷ്ടം. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളതിന് ഓക്കെ ആകണം. എന്ത് കാര്യമാണെങ്കിലും അതെ, നമുക്ക് ഓക്കെ ആണോ അതിനെ ഓക്കെ ആക്കി വെച്ചാൽ മതി. അല്ല 100 പേരുടെ അഭിപ്രായവും 100 പേരുടെ സർട്ടിഫിക്കറ്റും ഒന്നും വാങ്ങിക്കാൻ പോകണ്ട. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. വേദാന്തം പറയുന്നത് ആര്? വിദ്യാബാബു. സബല ഫാഷൻ സ്റ്റോർ. താങ്ക് യു.